ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ വളരെ ചൂടായതുകൊണ്ടും തീറ്റകളൊക്കെ കുറവായതുകൊണ്ടും തീറ്റകളൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കോഴികളെല്ലാം അടുക്കള വാതുക്കൽ വന്ന് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ അവർ വിശന്നിട്ട് ക്യൂ നിൽക്കുന്ന കണ്ടപ്പോൾ നമുക്ക് കുറച്ച് തീറ്റ കൊടുക്കാമെന്ന് കരുതി കുറച്ച് പിണ്ണാക്കെടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ലെയർ മാഷ് മിക്സ് ചെയ്ത് അവർക്കെല്ലാം കൊടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് മിക്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് കമൻറ്റ് ചെയ്തതുപോലെ കോഴികൾക്ക് തീറ്റ മേടിക്കുന്നത് എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി അരി മേടിക്കുന്നതിനേക്കാളും ചിലവ് കൂടുതലാണ്. അതോടൊപ്പം ഈ ഒരു ചിലവിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പല മിക്സിങ്ങിലുമാണ് നമ്മൾ കോഴികൾക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന പിണ്ണാക്ക് ലെയർ മാഷുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് മിക്സ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാണാവുന്നത് പോലെ തന്നെ ലെയർ മാഷിൽ കൂടുതലും പൊടിയാണ്. നമ്മളിത് അരിച്ചെടുക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഏകദേശം 40% പൊടി മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പൊടി നമ്മൾ പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അല്ലാതെ ഓപ്പണായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റായി പോകാനുള്ള സാധ്യത ഏറെയാണ്. അതോടൊപ്പം തന്നെ തീറ്റയുടെ ചിലവും കൂടിയാണ് വരുന്നത്. അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പിണ്ണാക്കിനോടൊപ്പം തലേന്നത്തെ വേസ്റ്റിനോടൊപ്പം ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവരൊട്ടും വേസ്റ്റാക്കാതെ ഇതെല്ലാം കഴിക്കുന്നതാണ്. അങ്ങനെ തീറ്റ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും ആക്രാന്തത്തോടെ നമ്മുടെ പിന്നാലെ ഓടി വരികയാണ്. ആക്രാന്തത്തോടെ ഓടി വരുന്ന ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഈവനായിട്ട് തീറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടിൽ കിടക്കുന്ന കോഴികൾക്കും കൊടുക്കാനുണ്ട്. കൂട്ടിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ സായിപ്പ് കുട്ടനും 2 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന നമ്മുടെ പൊടി കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കൂട്ടിലിട്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും നമ്മൾ തുറന്നു വിട്ടിരിക്കുകയാണ്. തുറന്നു വിടാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഈ ഒരു ചൂടത്ത് ഇവരെ കൂട്ടിലിട്ട് വളർത്തുക എന്ന് പറയുന്നത് അവിടെ ആരോഗ്യത്തിന് വളരെയധികം കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരെ തുറന്നു വിടുകയാണ്. തുറന്നു വിടുമ്പോൾ ഇവർ അത്യാവശ്യം മണ്ണിലൊക്കെ പോയി കുളിച്ചിട്ട് അവരുടെ ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു സഹായം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് എടുത്തിട്ടാണെങ്കിലും പട്ടിശല്യത്തിനെ പേടിച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവരെ തുറന്നു വിടുന്നത്. അങ്ങനെ ഇവർക്ക് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബോർഡിന് പിന്നാലെ ഒരു കറുത്ത വാല് കണ്ടത്. ആ കറുത്ത വാലുള്ള അവൾ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൾ അടയിരിക്കുകയാണെന്ന്. അടയിരിക്കുന്ന അവളെ അധികം ശല്യം ചെയ്യേണ്ട, എന്നിരുന്നാലും എത്ര മുട്ടകളുണ്ടെന്ന് നമുക്ക് അറിഞ്ഞല്ലേ പറ്റും. അങ്ങനെ നമ്മൾ എത്ര മുട്ടകളുണ്ടെന്ന് എണ്ണാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് പിടിച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് തീറ്റ അവിടെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. പക്ഷേ തീറ്റ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ അവൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുകയാണ് കണ്ടത്. എന്നിരുന്നാലും അടയിരിക്കുകയല്ലേ, അവൾ തിരിച്ചു വരുമെന്ന് കരുതി തൽക്കാലം നമ്മൾ അവിടുന്ന് മുട്ടയൊന്നും എടുത്തില്ലെങ്കിൽ അന്നേ ദിവസം അവൾ തിരിച്ചു വന്നതേ ഇല്ല. പിന്നെ ആ മുട്ടകളെല്ലാം ഞങ്ങൾക്ക് പറക്കി മാറ്റി ഇൻക്യുബേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ എന്തായാലും അതിൽ നിന്ന് എത്ര മുട്ട വീഴുമെന്ന് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഇവരെല്ലാം ഹാപ്പിയായിട്ട് തീറ്റ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കി വരുന്ന തീറ്റ നമ്മുടെ സായിപ്പ് കുട്ടനും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന 2 മാസം പ്രായമായ കോഴികൾക്കും കൊടുക്കാനായിട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് കണ്ടത് നമ്മുടെ കോഴികളുടെ കൂട്ടിൽ വളരെയധികം വൃത്തികേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചൂടുമായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അവരെ കൂളാക്കിയും വൃത്തിയാക്കിയും വെക്കാമെന്ന് കരുതി നമ്മൾ സായിപ്പൂട്ടന് തീറ്റ കൊടുത്തതിന് ശേഷം നമ്മുടെ അപ്പുറത്തെ കൂട്ടിൽ കിടക്കുന്ന കോഴി കുഞ്ഞുങ്ങൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അവരെ ഒന്ന് തണുപ്പിച്ച് അഴുക്കും കളഞ്ഞിട്ട് അവർക്കും തീറ്റ കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇൻക്യുബേറ്ററിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ടത്. അവർ തോടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായും പൊട്ടിച്ച് പുറത്തിറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഒരു കൈസഹായം എന്നുള്ള രീതിയിൽ നമ്മൾ തോടെല്ലാം ഇളക്കി അവരെ ഫ്രീ ആക്കി നിർത്തുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ അവരെ നമ്മൾ കൂട്ടിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമുക്ക് 4 കുഞ്ഞുങ്ങളെയാണ് വിരിഞ്ഞ് കിട്ടിയിട്ടത്. ചെറിയ കുഞ്ഞുങ്ങളാണ്. അവരെ എന്തായാലും നമ്മൾ നേരെ നമ്മുടെ താഴെ ബ്രൂഡർ സെറ്റപ്പിലേക്ക് മാറ്റുന്നുമുണ്ട്. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ കറുമ്പി അടയിരുന്നിടത്ത് ഇന്ന് മറ്റൊരുത്തിയാണ് അടയിരിക്കുന്നത്. അവൾ അടയിരിക്കുകയാണോ, എത്ര മുട്ടകളുണ്ട് എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ 4 മുട്ടകൾക്കാണ്, ശരിക്കും 5 മുട്ടകൾക്കാണ് അവൾ അടയിരിക്കുന്നത്. ശരിക്കും അടയിരിക്കാനല്ല, അവൾ മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ അവിടെ കണ്ടില്ല. എന്നാൽ പിന്നെ ഈ മുട്ടകളും പറക്കി ഇൻക്യുബേറ്ററിലേക്ക് കൊണ്ടുപോകാമെന്ന് കരുതി നമ്മൾ ആ മുട്ടകളെല്ലാം പറക്കി കയ്യിൽ ഒതുക്കിയതിന് ശേഷം ഇടത്തെ കയ്യിൽ ഫോണായതുകൊണ്ട് വലത്തെ കയ്യിൽ വേണം നമുക്ക് ഈ മുട്ടകളെല്ലാം ഒതുക്കാനായിട്ട്. അല്ലാതെ മുട്ടകൾ നമ്മൾ പറക്കി മാറ്റി വെച്ചിട്ട് പിന്നെയും വന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാക്കകൾ ഇതെല്ലാം ആക്രമിച്ച് കൊത്തി പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യും. അതെല്ലാം പറക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ സുന്ദരി വീണ്ടും ഒരു മുട്ട കൂടി ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടത്. അതും നമ്മളെടുത്ത് ഇൻക്യുബേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.